ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പറഞ്ഞപ്പോ ചേച്ചി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ ചേച്ചി എന്നോടുള്ള പരിഭവം ഇതുവരെ മാറിയില്ലേ? ഞാൻ എന്റെ വിഷമം കൊണ്ടാ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇപ്പൊ ആ വിഷമം മാറിയോ? എന്റെ മോളുടെ കല്യാണത്തിന് വന്നിരുന്നെങ്കിൽ എല്ലാ പരിഭവങ്ങളും അവിടെ തീരുമായിരുന്നു. പിന്നെ എന്റെ കയ്യിലും തെറ്റുണ്ട്. കല്യാണ അവസാന നിമിഷമാണല്ലോ ഞാൻ വന്ന് വിളിച്ചത്. അതുകൊണ്ടൊന്നുമല്ല ഞങ്ങളാരും വരാത്തത്. എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാ വരാത്തത്. കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. കണ്ടോ രാജി, ചേച്ചിക്ക് ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടും ഇങ്ങനെയാ, ആലോചിച്ച് എന്തും പറയും, പറഞ്ഞാ പിന്നെ പറഞ്ഞു. ഞാനായിട്ട് പിള്ളേരുടെ കാര്യത്തിന് ഒരു തടസ്സം നിൽക്കണ്ടെന്ന് കരുതിയിട്ടാ. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ എന്നോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. അതിനെന്താ ചേച്ചി, ഇനിയും അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തായാലും ചേച്ചിക്ക് കിട്ടിയ മരുമകൻ കൊള്ളാം, സൂര്യ. അല്ല, സൂര്യ വന്നില്ലേ? സൂര്യ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പോയത്. ഓഫീസിൽ അർജന്റ് കാര്യമുള്ളത് കൊണ്ട് പോയതാ. അത് വേണം, എല്ലാം നടക്കണ്ടേ ഭാവന. ഞാൻ പറഞ്ഞതേ സൂര്യയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാ. ജീവിതത്തിൽ ഒരു മരുമക്കളും ഇതുപോലെ ചിന്തിക്കത്ത് പോലുമില്ല. ഭാനുവിനെ MBBS പഠിപ്പിക്കുന്നു. ഇപ്പൊ ഇതാ ഭാനുവിന് വേണ്ടി എന്നോട് വന്ന് കല്യാണ കാര്യം സംസാരിച്ചിരിക്കുന്നു. എല്ലാം ഇവർ പറഞ്ഞു. അപ്പോഴാ അറിഞ്ഞത് നിന്റെ മോനെ അവർ കാണാൻ വന്നതെന്ന്. ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നെ ഞാനായിട്ടൊരു തടസ്സം നിൽക്കണ്ടെന്ന് തോന്നി. കൊള്ളാം ചേച്ചി, ചേച്ചിയുടെ തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അന്ന് ഞാൻ കണ്ട ചേച്ചിയാണെന്ന് പോലും തോന്നിപ്പോവാ. അല്ല, സേതൊന്നും പറഞ്ഞല്ല. ഞാനെന്ത് പറയാൻ ഞങ്ങളെ, നിങ്ങൾ സംസാരിക്കുമല്ലേ. എന്നാലും പെണ്ണിന്റെ ഏട്ടനല്ലേ, ഉത്തരവാദിത്തം കാണാതിരിക്കോ? ആര് സംസാരിച്ചാലും എനിക്ക് പരാതിയൊന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. കൊള്ളാം, ഏട്ടന്മാരായ ഇങ്ങനെ തന്നെ ആയിരിക്കണം. സേതുവിനിപ്പോ കാറ്ററിംഗ് അല്ലേ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് സേതു നല്ല ഫുഡാ കൊടുക്കുന്നതെന്ന്. ആ രാജി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. അതെന്താ ചേച്ചി, ഇവിടെ ഒന്നും കഴിക്കില്ലേ? അതുകൊണ്ടല്ല അങ്കിൾ, വന്നതല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ഓഹോ, അങ്ങനെ. എന്നാ അത് മതി. അമ്മ പറയാ, സംസാരിക്കാം. അമ്മ സംസാരിക്കാം. ചേച്ചിയുടെ ടെൻഷൻ ഒന്ന് മാർക്ക സേതു. ആർക്കായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് ടെൻഷനൊന്നുമില്ല. പെട്ടെന്ന് എന്താ പറയണ്ടെന്ന് ആലോചിക്കായിരുന്നു. മതി, ചേച്ചി ആലോചിച്ചു പറഞ്ഞാ മതി. ആന്റി, ജയേഷ് ഇല്ലേ? അവൻ രാവിലെ ആരെയോ കാണാൻ വേണ്ടി പോയതാ, ഇപ്പൊ വരും. മോഹൻ, എന്റെ മോളും നിന്റെ മോനും തമ്മിൽ ഇഷ്ടമാണെന്നറിഞ്ഞിട്ടാ ഞാനിപ്പോ വന്നത്. നിനക്ക് എതിർപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കല്യാണം നടത്തിക്കൂടെ?
മോൻ വന്നു. ഭാവനച്ചോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മേ, ഇതാ ജയേഷ്. ഹായ് ആന്റി. ഇത് സേതുവേട്ടൻ. അറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കണ്ടല്ലോ, ഇവനാണ് എന്റെ മകൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവനെ ഒരു ഡോക്ടറാക്കണമെന്ന്. അതൊരു നല്ല കാര്യമല്ലേ അങ്കിൾ? എല്ലാവർക്കും ഡോക്ടർ ആവാനൊന്നും പറ്റില്ലല്ലോ. അതെ ഭാവന, പക്ഷേ ഇവനൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം കോടികൾ മുടക്കിയപ്പോഴാ സീറ്റ് കിട്ടിയത്. അതെന്റെ ഒരു വാശിയായിരുന്നു. ചേച്ചിക്കറിയാലോ, വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ലെന്ന്. ഇവൻ ഡോക്ടറായ ശേഷം ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ചികിത്സ തേടണം. എന്നിട്ടേ ഈ ലോകം വിട്ട് ഞാൻ പോകാൻ പാടുള്ളൂ. അതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇവന് വേണ്ടി ഞാൻ ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവനിലൂടെ തിരികെ വാങ്ങി എടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിനൊരൊറ്റ മാർഗമാണ് ഇവന്റെ കല്യാണം. അറിയാലോ, ഒരു MBBS ഡോക്ടറുടെ വില. ഞാൻ ചോദിക്കുന്ന സ്ത്രീധനം എന്റെ മകന് കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു കുരുക്കി പോയി വീഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചിലപ്പോ ഇതൊക്കെ നിമിത്തമാവും, അല്ലെങ്കിൽ ദൈവനിശ്ചയമാവും എന്ന് കരുതി എനിക്കെന്റെ മോനെ വലിച്ചെറിയാൻ പറ്റുമോ ചേച്ചി? നീ എന്താ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാകാത്തോണ്ടല്ലേ ഞങ്ങളെ അമ്മ ചോദിച്ചത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയെ തന്നെ ഞാൻ പറയാം.